മിഡിൽ ക്ലാസ് ഫാമിലിയിലും താഴെ ജീവിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടാവും. മറ്റു കുട്ടികൾ വരുന്ന പോലെ വരാനും അതുപോലെ ആഗ്രഹിക്കാനും ഒക്കെ നമുക്ക് തോന്നും. പക്ഷെ നമുക്കന്ന് കൊച്ചു കുട്ടികളല്ലേ, നമുക്കറിയില്ലല്ലോ നമ്മുടെ വീട്ടിലെ സ്ഥിതി അങ്ങനെയാണ്, നമുക്കതൊന്നും പറ്റില്ല എന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ ഉള്ളിലിങ്ങനെ ഒളിപ്പിക്കും. പല സാധനങ്ങളും കുട്ടികൾ കൊണ്ടുവരുമ്പോൾ അത് കണ്ടിട്ട് നമ്മൾ കൊതിച്ചിട്ടുണ്ട്, എനിക്കങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ. പക്ഷേ ഞാൻ അങ്ങനെ പറ്റാത്തത് ആ പ്രായത്തിൽ കിട്ടേണ്ടതൊക്കെ ആ പ്രായത്തിൽ തന്നെ കിട്ടണം. ഇപ്പോൾ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. എങ്കിലും എൻ്റെ മോള് മാക്സിമം എന്തെങ്കിലും സാധനം ആഗ്രഹിച്ച് എന്നോട് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനത് എങ്ങനെയെങ്കിലും അവളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ, ഇപ്പം അവളൊരു വലിയ ബെൻസ് കാറ് മേടിച്ച് കൊടുക്കാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിലില്ല കേട്ടോ. അങ്ങനല്ലാതെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് സാധിപ്പിച്ച് കൊടുക്കാറുണ്ട്. നമ്മളെല്ലാവരും പറയും നമ്മൾ പൈസ ഇല്ലെന്ന് അറിഞ്ഞ് വളരണം. സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളത് അറിയണം. പക്ഷേ നമുക്ക് 5 വയസ്സിൽ കിട്ടേണ്ട സാധനം 50 വയസ്സിൽ കിട്ടിയിട്ട് യാതൊരു ഫലവുമില്ല, അല്ലേ? ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു. ആ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്കത് മേടിക്കാൻ ഉള്ള പൈസ ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് ആ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് മേടിക്കാനുള്ള ക്യാഷ് ഉണ്ട്. ഇപ്പം അത് മേടിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു ഉദാഹരണമാണ്. നമുക്കതൊക്കെ ആ പ്രായത്തിൽ കിട്ടേണ്ട സമയത്ത് ആ സമയത്ത് കിട്ടേണ്ട സാധനങ്ങൾ ആ സമയത്ത് തന്നെ കിട്ടണം. അപ്പം നമ്മൾ ഒരിക്കലും കുട്ടികളോട് ഒരു പ്രാരാബ്ദം പറയുകയോ, നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ, ഒരുപാടല്ല, പറ്റുന്ന കാര്യമാണെങ്കിൽ അതങ്ങ് സാധിപ്പിച്ച് കൊടുത്തേക്കുക. 5 വയസ്സിൽ കിട്ടേണ്ട സാധനം 5 വയസ്സിൽ തന്നെ കിട്ടണം. അത് 50 വയസ്സിൽ കിട്ടിയിട്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ല.